ഹലോ ഗൈസ്, iOS 18 കിടക്കാച്ച ഫീച്ചേഴ്സാണ് ഈ ഒരു അപ്ഡേഷനിൽ കൂടി കൊണ്ടുവന്നിരിക്കുന്നത് ആപ്പിൾ. ആദ്യം തന്നെ പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ എന്താണെന്ന് നോക്കാം. ഈ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ചൂസ് ഫോട്ടോസ്, ഒരു ഫോട്ടോ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ ഇവിടെ ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഈ ഒരു ഇൻ്റർഫേസിൽ ഇതുപോലെ കാണിക്കും. ഇപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ ഇട്ടപ്പെടുത്തേക്ക് ഇതുപോലെയാണ് ഒരു ഗ്രാഫിക്സ്, അതായത് ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി ഇതുപോലെയാണ് ഒരു ഡിസൈൻ ചെയ്ത് തന്നിരിക്കുന്നത്. ഇപ്പം ഇതിലിനി വേറെ വെറൈറ്റികൾ കൊടുക്കാൻ പറ്റും. ഇവിടെ നിന്നൊരു ഓപ്ഷൻ നമുക്ക് ഇപ്പം ക്യാപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാപ്പ് വെച്ചിട്ടുള്ള ഇപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ ആയിരിക്കും അവർ ഡിസൈൻ ചെയ്ത് തരുന്നത്. കണ്ണാടിയും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെയായിരിക്കും അവർ ഡിസൈൻ ചെയ്ത് തരുന്നത്. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ഈ ഒരു ഫോട്ടോ സേവ് ചെയ്തെടുക്കാം. ഇതുപോലെ ഇനിയുമുണ്ട് അടിപൊളി ഫീച്ചേഴ്സ്. അപ്പോൾ വീഡിയോ മുഴുവനും കാണുക. ആപ്പിളിൻ്റെ പുതിയ ടിപ്സിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹോം സ്ക്രീനും ലോക്ക് സ്ക്രീനൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതിന് സ്ക്രീനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. ഈ എഡിറ്റ് ഓപ്ഷനിൽ കൊടുത്തിട്ട് ഇവിടെ എഡിറ്റ് പേജസ് എന്ന് പറഞ്ഞിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ് ഓപ്ഷൻ ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ വിഡ്ജറ്റ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം, ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഞാനിവിടെ കസ്റ്റമൈസ് ഓപ്ഷൻ കൊടുക്കാം. കസ്റ്റമൈസ് ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻസൊക്കെ നമുക്ക് വലുതാക്കിയും ചെറുതാക്കിയും ഉപയോഗിക്കാം. ഈ സ്ക്രീൻ ഇപ്പം കുറച്ചും കൂടി ലൈറ്റായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ബ്രൈറ്റ്നസിൻ്റെ ഒരു സിമ്പിളുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണാം. കുറച്ചും കൂടി ഡാർക്കായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വാൾപേപ്പർ കുറച്ചും കൂടി ഡാർക്കായിട്ട്, അപ്പം ബാക്ക്ഗ്രൗണ്ട് ഡാർക്കും വെളിയിൽ ഇതുപോലെ ലൈറ്റായിട്ട് വരുമ്പോഴത്തേക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ ആപ്ലിക്കേഷൻസിൻ്റെ കളറുകൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പം ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ വരും, പിന്നെ ഡാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. നമുക്ക് ടിൻറ്റഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ ചൂസ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും ഇത് ഡിസൈൻ ചെയ്യാം. എങ്ങനെയുണ്ട്? പൊളിയല്ലേ ഇത്? ഇതുപോലെ അടിപൊളിയായിട്ട് ഇതേപോലെ നിങ്ങളുടെ ആപ്പുകൾ ഇഷ്ടമുള്ള കളർ കൊടുത്ത്, നിങ്ങൾക്ക് ഏതാണോ ഫേവറേറ്റ് കളറുകൾ ആ ഫേവറേറ്റ് കളർ കൊടുത്ത് ഇതേപോലെ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സ്ക്രീന് അല്ലാന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻസ് എല്ലാം കൂടി ഒരു ഇതുപോലെ അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്ത് കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ബ്രൈറ്റ്നസ് ഒക്കെ ഒന്ന് കൂട്ടിയും കുറച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. വാൾപേപ്പർ സെറ്റ് ചെയ്യുന്നതെങ്കിൽ നോക്കാം. അതിന് സെറ്റിങ്സിൽ പോയിട്ട് ഇവിടെ വാൾപേപ്പറിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. വാൾപേപ്പർ സെലക്ട് ചെയ്യുക. ഈ വാൾപേപ്പറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് കൊടുത്ത് കസ്റ്റമൈസ് ചെയ്യാം. ഇവിടെ ആഡ് ന്യൂ വാൾപേപ്പർ, ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വാൾപേപ്പർ കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. അതിനിവിടെ ആഡ് ന്യൂ വാൾപേപ്പർ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് വാൾപേപ്പേഴ്സ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതിൽ ഇവിടെ ഫോട്ടോസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. ലോക്ക് സ്ക്രീനിൽ ഈ ഒരു വാൾപേപ്പർ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ സെറ്റ് ചെയ്തെടുക്കാം. വേറെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ഫോട്ടോ ഇപ്പോൾ സെലക്ട് ചെയ്യാം. ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് ഇതുപോലെ നിങ്ങൾക്ക് കസ്റ്റമൈസ് കൊടുക്കാം. ഇതിപ്പം ഇതും നിങ്ങൾക്ക് ഇതിൻ്റെ ഗ്രേഡിയൻറ്റ്, നിങ്ങൾക്ക് ഇതിൻ്റെ കളറുകൾ, ഇതിൻ്റെ കോൺട്രാസ്റ്റ് ഇതുപോലെ നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാൻ സാധിക്കും. കുറച്ചും കൂടി ഭംഗിയായിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു വാൾപേപ്പർ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കണം ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇത് ഡിസൈൻ ചെയ്തെടുക്കാനും സാധിക്കും. എന്നിട്ട് ഇവിടെ ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും. നിങ്ങളുടെ ലോക്ക് സ്ക്രീനിൽ ഇങ്ങനെ ഒരു വാൾപേപ്പർ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്കിവിടെ ഹോം സ്ക്രീനിലെ വാൾപേപ്പർ നിങ്ങൾക്ക് വേറെ രീതിയിൽ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോസ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ഫോട്ടോ നിങ്ങൾക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും കിട്ടുന്നത്. ഇപ്പം ഞാനിവിടെ 2 ഫോട്ടോസാണ് ഞാനിവിടെ വാൾപേപ്പറായിട്ട് ചൂസ് ചെയ്തത്. ഇവിടെ ഒരു ഫോട്ടോ എൻ്റെ ലോക്ക് സ്ക്രീനിൽ വരും, ഒരു ഫോട്ടോ ഇവിടെ ഹോം സ്ക്രീനിലും കാണിക്കും. ലോക്ക് സ്ക്രീനിൽ നിങ്ങൾക്ക് ഇതുപോലെ വിഡ്ജറ്റ് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. ഇവിടെ ടൈം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഫോണ്ടിലാണോ വേണ്ടത് അതുപോലെ നിങ്ങൾക്ക് കൊടുക്കാം. കളർ ടോൺ മാറ്റി കൊടുക്കാം. ഇതുപോലെ കണ്ടോ, ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കളർ ഫോണ്ട് മാറ്റി കൊടുക്കാം, സൈസ് മാറ്റാം, ഇതിൻ്റെ ടൈമിൻ്റെ സൈസ് മാറ്റാം. അടുത്തത് ഞാനിവിടെ പാർട്ടി ക്ലൗഡി ഈ ഒരു വിഡ്ജറ്റ് ഞാനിവിടെ ആഡ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ ഐഫോൺ ഈ ഒരു ബാറ്ററി പെർസെൻറ്റേജിൻ്റെ കൂടെ സെറ്റ് ചെയ്യുന്നു. ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് സൂപ്പറായിട്ട് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി മറ്റൊരു ഫീച്ചർ നോക്കാം. അത് ഫോട്ടോസാണ് പൊളി. ഇപ്പോൾ നിങ്ങളൊരു ഫോട്ടോ, ഈ ഒരു ഫോട്ടോ നിങ്ങളിപ്പം എക്സാമ്പിൾ ഈ ഒരു ഫോട്ടോ ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്തു. ഈ ഫോട്ടോയിൽ നമുക്കിപ്പം വേണ്ടാത്തൊരു ഒബ്ജക്റ്റ് നമുക്ക് കളയണം. ഇതിലിപ്പം നമുക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിലിപ്പം ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഇപ്പം നമുക്ക് വേണ്ട, റിമൂവ് ചെയ്യണം. അതിന് ഈസി ആയിട്ട് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. അതിന് ഈ 3 ലൈൻ ഡോട്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്ലീനപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏത് ഒബ്ജക്റ്റാണോ നിങ്ങൾക്ക് വേണ്ടാത്തത് അത് മാത്രമായിട്ട് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ സർക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു ഒബ്ജക്റ്റ് കണ്ടോ റിമൂവ് ആയി പോകുന്നത്.
ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഈ ഒരു ഒബ്ജക്റ്റ് പോയതുണ്ടോ, അത് കണക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ഒരു ഒബ്ജക്റ്റ് റിമൂവ് ചെയ്ത് കളയാം. കണ്ടോ, ഇതുപോലെ സൂപ്പറായിട്ട് നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കളയാം. പൊളിയല്ലേ? അപ്പോൾ ഫോട്ടോസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഫീച്ചറാണ് ഈ ഒരു iOS 18 അപ്ഡേഷനിൽ കൂടി കൊണ്ടുവന്നിരിക്കുന്നത്. കൺട്രോൾ സെൻറ്ററിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ വിഡ്ജറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഈ വിഡ്ജറ്റിൻ്റെ ഈ കൺട്രോൾ സെൻറ്റർ ഈ ഐക്കൺസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വലുതായിട്ടും ചെറുതായിട്ടും നിങ്ങൾക്ക് ഇതൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാൻ സാധിക്കും. അടുത്തൊരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിൾ ഇൻ്റലിജൻസ്. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആപ്പിൾ ഇൻ്റലിജൻസ് ആൻഡ് സിറി എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് നിങ്ങൾ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരുപാട് യൂസ്ഫുള്ളാണ്. ഒരു കമ്പനിക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കുകയാണ്, ഇംഗ്ലീഷ് ഒരു മെസ്സേജോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മെയിലോ അയക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഗ്രാമർ കറക്റ്റ് ചെയ്ത് തരും. അതെങ്ങനെയാണ് നോക്കണ്ടേ, അത് പൊളിയായിട്ട് ചെയ്ത് തരും. അതിന് ഇപ്പം മെയിൽ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഒരു മെയിൽ കമ്പോസ് ചെയ്യാം. ഓക്കെ, അപ്പം എനിക്ക് തന്നെ ഒരു മെയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കമ്പോസ് ചെയ്യുന്നു. ഓക്കെ, ജസ്റ്റ് ഇവിടെ ഒരു മെയിൽ കമ്പോസ് ചെയ്യുന്നു. എന്നിട്ട് ഇത് സെലക്ട് ചെയ്ത് ഇവിടെ ഈ ഒരു ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ റൈറ്റിംഗ് ടൂൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് റീറൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ഗ്രാമർ സെറ്റ് ചെയ്ത് അടിപൊളി ഒരു പ്രൊഫഷണൽ രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു മെയിൽ ചെയ്യാൻ സാധിക്കും. റൈറ്റിംഗ് ടൂൾസ് എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് കരുതുന്നു. ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ വേറൊരു ഫീച്ചർ കൺട്രോൾ ബട്ടൺ. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ക്യാമറ ഓണായി വരും. ഇവിടെ സെർച്ച് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതെന്താണെന്ന് ഓട്ടോമാറ്റിക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടോ, അത് സെർച്ച് ചെയ്ത് അത് എന്ത് പ്രോഡക്റ്റ് ആണെന്ന് പോലും കാണിച്ചു തന്നിട്ടിരിക്കുന്നു. തുണിയുടെ വാഷിംഗ് ലേബിൾ എടുത്തു. ഓക്കെ, അത് ഇപ്പം ഏത് ടൈപ്പാണ് വാഷ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയത്തില്ല. ഓക്കെ, അത് നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് ഒരു ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഈ വാഷിംഗ് ലേബിൾ ഇത് എങ്ങനെയാണ് വാഷ് ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ടുള്ള റിസൾട്ട് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കും. iOS 18 കൂടി വന്നിരിക്കുന്ന മറ്റൊരു ഫീച്ചറാണ് വാട്സാപ്പിലായാലും iMessageലായാലും നിങ്ങളുടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇമോജി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങളിപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ചാറ്റ് ചെയ്യുന്ന സമയത്ത് റിയാക്ഷൻ ഇമോജി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണം. അതിനിവിടെ ജസ്റ്റ് ഒന്ന് ഈ ഇമോജി ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇതുപോലൊരു ഐക്കൺ കാണാൻ സാധിക്കും ഇമോജിയുടെ. അതിൽ ക്ലിക്ക് ചെയ്യും റണ്ണിങ്. വ്യത്യസ്തമായിട്ടുള്ള നിങ്ങൾക്ക് പല ടൈപ്പിലുള്ള ഇമോജീസ് നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കിട്ടും. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുക. പരിപാടി കഴിഞ്ഞു, സിമ്പിൾ. അടുത്തതായിട്ട് ഗാലറിയിൽ നിങ്ങൾക്ക് ഗാലറി വന്നിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതിനിവിടെ ഗാലറി ഓപ്പൺ ചെയ്തു താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ കസ്റ്റമൈസ് ആൻഡ് റെക്കോർഡ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഗാലറി കസ്റ്റമൈസ് ചെയ്യാം. ഇതുപോലെ iOS 18 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ് ഏതാണ് അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അടിപൊളി ആപ്പിൾ ടിപ്സിന് വേണ്ടിയിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ സൈനിങ് ഓഫ്.